മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു സൺഡേ ഞാൻ SRM യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗസ്റ്റ് സ്പീക്കറായിട്ട് സംസാരിക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം അവിടെ ഞാൻ പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ആ ഒരു വെബിനാറിന് ശേഷം എനിക്ക് ഒത്തിരി മെസ്സേജസ് കിട്ടി. ഇതൊരു മച്ച് നീഡഡ് ടോപ്പിക്കായിരുന്നു, ഞങ്ങളെല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് മെസ്സേജസ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ പറഞ്ഞാലോ എന്ന് വിചാരിച്ചാണ് പറയാൻ പോകുന്നത്. അല്ല, നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു ആക്സിഡന്റ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവർ നമ്മളെ വിട്ടു പോകുന്നത്, നമുക്ക് വയസ്സാവുന്നത്, നമ്മുടെ മാതാപിതാക്കൾക്ക് വയസ്സാവുന്നത്, ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. ആൻഡ് ചിലതെല്ലാം നമ്മളെ ഇമോഷണലി ഒത്തിരി തകർത്ത് കളയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇതൊന്നും നമുക്ക് നിർത്തി വെക്കാൻ പറ്റത്തില്ല, ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. പക്ഷെ ഇതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നുള്ളത് നമ്മുടെ കൺട്രോളിലാണ്. അതിനോട് പ്രോപ്പറായിട്ട് റിയാക്ട് ചെയ്താൽ തന്നെ പലരിലും കാണുന്ന ആൻസൈറ്റി, ഡിപ്രഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഇമോഷണലി മെന്റലി ഓക്കെ ആവാതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മാറ്റിയെടുക്കാം. സോ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. ആൻഡ് ഇറ്റ്സ് കോൾഡ് ആക്ട്, അതായത് അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി. നിങ്ങൾ ഇതിനെ ഒരു ഡെയിലി ഹാബിറ്റ് ആക്കി മാറ്റുവാണെങ്കിൽ, ആക്ട് എന്ന ഈ പരിപാടി ഡെയിലി ഹാബിറ്റ് ആക്കി മാറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഒത്തിരി ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു പവർ നിങ്ങൾക്ക് കിട്ടും. ഞാൻ വെബിനാറിന് യൂസ് ചെയ്ത അതേ PPT തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നിങ്ങൾ അതിൽ മനസ്സിൽ ആൻസർ ചെയ്താൽ മതി. അങ്ങനെയാണോ, യെസ് ആണോ, നോ ആണോ എന്നുള്ളത് ആൻസർ ചെയ്താൽ മതി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ഭയങ്കര ഇമോഷണൽ ആണ്, ഈ ആവശ്യമില്ലാതെ ഇമോഷണൽ ആവുകയാണ് എന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ അങ്ങനെ കേൾക്കുന്ന ഒരാളാണോ? മനസ്സിലാലോചിക്കുക, ഉത്തരം പറയുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ആങ്കർ, ആൻസൈറ്റി, ഗിൽറ്റ്, സാഡ്നെസ് അതൊക്കെ വരുമ്പോഴേക്കും എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അറിയത്തില്ല. അത് നിങ്ങളെ ഓവർ പവർ ചെയ്യാണ്. അത് നിങ്ങൾ വിചാരിക്കാത്ത പോലെ നിങ്ങളെ ഓവർ പവർ ചെയ്തിട്ട് ചില സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ആഗ്രഹം, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ആ ദേഷ്യം കൺട്രോൾ ചെയ്യണമെന്നും അത് വേറൊരാളുടെ അടുത്ത് കാണിക്കരുതെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളെ അത് ആ ഒരു ഇമോഷൻ ഓവർ പവർ ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ അലമ്പായിട്ട് റിയാക്ട് ചെയ്യുവാണ്. എന്നിട്ട് അതിനുശേഷം അതെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ റിഗ്രറ്റ് അടിക്കുകയാണ്, ഞാൻ എന്തിനാ അങ്ങനെ റിയാക്ട് ചെയ്തത്, ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ എല്ലാം കടന്നു പോകുന്ന ആൾക്കാരാണോ നിങ്ങൾ? ജസ്റ്റ് മനസ്സിൽ ആൻസർ ചെയ്യുക. ഓക്കെ, ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം നിങ്ങളുടെ ആൻസർ യെസ് ആണെങ്കിൽ നിങ്ങളൊരു സൂപ്പർ ഫീലർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ പേടിക്കേണ്ട, സൂപ്പർ ഫീലർ എന്ന് പറഞ്ഞാൽ അയ്യോ എനിക്കെന്തോ പ്രശ്നമുണ്ട്, അങ്ങനെയൊന്നുമല്ല. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സൂപ്പർ ഫീലർ തന്നെയാണ്. അതായത് എന്താ സൂപ്പർ ഫീലർ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഇമോഷൻസ് ആണ് നിങ്ങളുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നത് 24/7 എപ്പോഴും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമായിരിക്കും, പൊട്ടിത്തെറിച്ചുള്ള ദേഷ്യമായിരിക്കും. സങ്കടമാണെങ്കിൽ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അപ്പം കരഞ്ഞങ്ങ്, അത് എവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരു പബ്ലിക് ഒരു സ്ഥലത്താണെങ്കിൽ പോലും അറിയാതെ ഒന്ന് കരഞ്ഞു പോകും. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ആൻസൈറ്റി ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ വെറുതെ പേടിച്ച് ഒരു ആവശ്യമില്ലാതെ ചിലപ്പോൾ നല്ലതായിട്ട് പോകേണ്ട ഒരു പ്രസൻറ്റേഷനൊക്കെ അലമ്പാക്കി കാണും. സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു സൂപ്പർ ഫീലർ ആണെന്ന് നമുക്ക് വേണേൽ പറയാം. അതായത് നിങ്ങളുടെ ചിന്തയിൽ കൂടെ പോകുന്ന ഓരോ ഇന്റർപ്രിട്ടേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കൂടെ എന്ത് ചിന്തകൾ പോയാലും അതാണ് സത്യമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ബിഹേവ് ചെയ്യും. പക്ഷെ എന്ത് പറ്റും, അങ്ങനെ ചെയ്യുമ്പോഴേക്കും ആ ഒരു സിറ്റുവേഷൻ കഴിയുമ്പോഴേക്കും നിങ്ങളും വേദനിക്കും, നിങ്ങളുടെ ചുറ്റുമുള്ളവരും വേദനിക്കും. ആൻഡ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ ഒരുപാട് കടന്നു പോയിട്ടുണ്ടാവും. ഇപ്പം ആലോചിക്കുന്നുണ്ടാവും എങ്ങനെ ഞാനൊരു സൂപ്പർ ഫീലർ ആയി. ആക്ച്വലി സൂപ്പർ ഫീലർ ആവാനായിട്ട് 3 ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ആദ്യത്തേതാണ് നിങ്ങളുടെ ടെമ്പറമെന്റ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഞാനിങ്ങനെ സൂപ്പർ ഫീലർ ആയത് എൻ്റെ കുറ്റമാണ്. ഒരിക്കലും അല്ല, ഇത് ആക്ച്വലി നിങ്ങളെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ടെമ്പറമെന്റ് എന്ന് പറയുന്ന സാധനം 2 ടൈപ്പ് ഉണ്ട്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെവലേഴ്സും, രണ്ടാമത്തത് ഷാർപ്പനേഴ്സും. അതായത് ലെവലേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമായിട്ടുള്ള ആൾക്കാരായിരിക്കും. അതായത് എത്ര വലിയ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ വന്നാലും അവരെ ഒരു തഞ്ചത്തിലൊക്കെ റിയാക്ട് ചെയ്യാനും അതിനെ ഒരു എന്താ പറയുക കാമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ടാവും. അവരാണ് ലെവലേഴ്സ്. പക്ഷേ ഈ മിക്ക സൂപ്പർ ഫീലേഴ്സും ആരാന്നറിയാവോ? ഈ ഷാർപ്പനേഴ്സ് ആയിരിക്കും. അതായത് ഷാർപ്പനേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവരുടെ ഇമോഷൻസ് എപ്പോഴും മറ്റേ സ്റ്റിറോയിഡ് എടുത്ത പോലെ ആയിരിക്കും, ഭയങ്കര പവർ ആയിരിക്കും. എപ്പോഴും ഇങ്ങനെ മറ്റേ ജില്ലെന്നും പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഷാർപ്പനേഴ്സ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ ലിംബിക് സിസ്റ്റമാണ്. ലിംബിക് സിസ്റ്റം എന്നാണ് ഞാൻ ഇച്ചിരി സിമ്പിൾ ആയിട്ടൊരു കഥ രീതിയിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന പോലെ ഒരു നിങ്ങളുടെ ബ്രെയിനിലെ ലിംബിക് സിസ്റ്റത്തിനെ ഒരു റൂമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആ റൂമിൽ താമസിക്കുന്ന 2 റൂംമേറ്റ്സ് ആണ്. ഒരാൾ ആ പെണ്ണ്, ഡ്രാമ ക്വീൻ, അതിനെ നമുക്ക് അമിഗ്ഡാല എന്ന് വിളിക്കാം. ആൻഡ് അതർ ആളെന്ന് പറയുന്ന ആ ഒരു ഇച്ചിരി ബുദ്ധിയൊക്കെ ഉള്ളൊരു ലൈബ്രറിയൻ ആയിട്ട് നമുക്ക് എടുക്കാം. അയാളെ നമുക്ക് ഹിപ്പോ ക്യാമ്പസ് എന്ന് വിളിക്കാം. സോ ഈ അമിഗ്ഡാലയില്, അതായത് ഈ പെണ്ണ് എന്തോ ചെയ്യും, ഇപ്പം ഒന്നും നോക്കത്തില്ല, ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞു സാധനം വന്നാൽ തന്നെ ആള് വിളിച്ച് മറ്റേ ടെൻഷനാക്കി BP കൂട്ടി സീനാക്കുന്ന ആളാണ് ഈ അമിഗ്ഡാല. ഓക്കെ, പക്ഷെ ഈ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇത്രയും നാളത്തെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കടന്നുപോയ പല കാര്യങ്ങൾ ഉണ്ടാവത്തില്ലേ. മേ ബി 2 വർഷം മുന്നേ നിങ്ങൾ കരഞ്ഞത്, അല്ലെങ്കിൽ
ഞാൻ ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് എംബാരസ്ഡ് ആയത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെക്കുന്ന ആളാണ് ഹിപ്പോ ക്യാമ്പസ്. ഓക്കെ, ഇതാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു നോർമൽ ഡേ ആയിരിക്കും, പക്ഷെ പെട്ടെന്ന് ഇപ്പം ചിലപ്പോൾ ഒരാൾ ഒരു ഓക്വേർഡ് ആയിട്ട് നിങ്ങളെ നോക്കുന്നു, ഇപ്പോൾ ഒരു മാതിരി എന്നെ പുച്ഛിച്ച് നോക്കുന്ന പോലെ നോക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ എക്സിനെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത്, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും ഈ അമിഗ്ഡാല അപ്പോഴത്തേക്കും പണി തുടങ്ങും. അമിഗ്ഡാല ആക്ച്വലി ഒരു ആൽമണ്ട് ഷേപ്പ്, അതായത് നമ്മുടെ ആൽമണ്ട്സ് ഇല്ലേ, അതിൻ്റെ ഇത്രയും ഒരു സൈസേ ഉള്ളൂ, പക്ഷെ എന്നാലും കൂവി നില വിളിച്ച് അല്ലാം പാക്കും, നിങ്ങളുടെ ഇത് BP ഒക്കെ കൂട്ടി സ്വെറ്റൊക്കെ ആക്കി മൊത്തം പ്രശ്നമാക്കും. അപ്പം ഈ ഹിപ്പോ ക്യാമ്പസ് എന്തോ ചെയ്യും, ഇങ്ങനെ നോക്കും, ഇത് അവരുടെ ഫയൽസിലൂടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽസിലൂടെ നോക്കും. അപ്പോൾ മേ ബി ഇതുപോലെ 2 വർഷത്തിന് മുന്നേ നിങ്ങൾ ഒരാൾ എന്തെങ്കിലും പബ്ലിക് കൂടെ പോകുമ്പോൾ ഓക്വേർഡായിട്ട് നോക്കിയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനോട് പറയും ഇത് പ്രശ്നമാണ്, സീനാണ്, ഇത് നിങ്ങൾ ടെൻഷൻ ആക്കിയോ എന്നും പറഞ്ഞ് ഇവർ രണ്ടും കൂടെ പണി തുടങ്ങും. സോ ഇതാണ് നിങ്ങളുടെ ലിംബിക് സിസ്റ്റം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലേണിംഗ് ഹിസ്റ്ററി. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, എൻ്റെ ലൈഫിലെ എക്സാമ്പിൾ. ഞാനൊരു 8th or 9th എന്തോ പഠിക്കുമ്പോഴേക്കും ഞാനൊരു ക്രൗഡിൻ്റെ മുന്നിൽ വെച്ച് ഇംഗ്ലീഷ് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് വലുതായിട്ട് പിടിയില്ലായിരുന്നു. അപ്പോൾ എന്ത് പറ്റി, അവിടെ നിന്ന ആൾക്കാരെല്ലാവരും കൂടെ ചിരിച്ചു. അപ്പം അവർ ഭയങ്കര ഫണ്ണായിട്ടാണ് എടുത്തത്, പക്ഷെ എൻ്റെ ബ്രെയിനിൽ അതിങ്ങനെ സ്റ്റോർ ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് പറയുമ്പോൾ തെറ്റിയാൽ അത് നാണക്കേടാണ് എന്ന് അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെട്ടു. പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും എനിക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇംഗ്ലീഷ് പറയുമ്പോൾ ഞാൻ പലവട്ടം നോക്കും, ശരിയാണോ, കാരണം അല്ലെങ്കിൽ എനിക്ക് നാണക്കേടാകും എന്നൊരു സാധനം എൻ്റെ ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇങ്ങനെ നിങ്ങൾക്കും പല ലേണിംഗ്, നിങ്ങളുടെ ജീവിതത്തിൽ വളർന്നു വന്ന ആ ഒരു സാഹചര്യത്തിൽ പലതും നിങ്ങളുടെ ബ്രെയിനും പഠിച്ചിട്ടുണ്ടാവും. അത് വീണ്ടും അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങളുടെ ബ്രെയിൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഓക്കെ അന്ന് നടന്നത്, ഇപ്പം ഇംഗ്ലീഷ് പറഞ്ഞപ്പോഴേക്കും നാണക്കേട്. ഓക്കെ, അപ്പം എന്താ പറയുക, സോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഈസിക്കൽ ടു ഷെയിം എന്നൊരു രീതിയിൽ നിങ്ങളുടെ ബ്രെയിനിൽ സേവ് ചെയ്യപ്പെടും. കാരണം എന്ന് പറഞ്ഞാൽ നേരെ പോയി ക്വിക്ക് ഫിക്സസ് എടുക്കും. അതായത് ഇപ്പോൾ നമുക്കൊരു പനി വന്നാൽ നമ്മൾ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പാരസെറ്റമോൾ വാങ്ങിച്ച് കഴിക്കത്തില്ലേ, അതുപോലെ തന്നെ എന്താണ് യഥാർത്ഥ റീസൺ എന്നറിയാതെ മെന്റൽ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ക്വിക്ക് ഫിക്സസ് ആയിട്ടുള്ള, മേ ബി ചിലവർക്ക് ഫുഡ് കഴിച്ചാൽ ബിഞ്ചിങ് ഈറ്റിംഗ് എന്നൊക്കെ പറയും, അതായത് ഭയങ്കര മൂടിയായിട്ടിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് ഇച്ചിരി നല്ല ഫുഡ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി ഷോപ്പിങ്ങിന് പോയാൽ ഞാൻ സെറ്റ് ആവും. അപ്പം അതൊക്കെ എന്താണ് പെട്ടെന്ന് കിട്ടുന്ന റെമഡീസ് ആണ്, പക്ഷെ അതൊന്നും ലോങ് ടൈമിലേക്ക് നമുക്ക് ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അല്ലാത്ത ചില ആൾക്കാർ എന്ത് ചെയ്യും, ഈ ഫീലിങ്സിനെ തന്നെ ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കും, അതായത് ഓവർ വർക്ക് ചെയ്തോ ഇങ്ങനെ മൊത്തത്തിൽ ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കും. അതാണ് ആക്ച്വലി ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് നമ്മൾ ഒരുപാട് ഫിസ് ഉള്ള ഒരു സോഡ ബോട്ടിൽ എന്തെങ്കിലും ഒരുപാട് നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം അത് തുറന്നു വിടാതെ വീണ്ടും നമ്മൾ ഷെയ്ക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ എന്തോ സംഭവിക്കും, അത് പൊട്ടിത്തെറിക്കും അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ടാപ്പിൽ കൂടെ ഒരു വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയി ഇങ്ങനെ അടച്ചിട്ടുണ്ടോ, അപ്പൊ എന്താ സംഭവിക്കുന്നത്, കുറെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെതറും, അങ്ങനെ മൊത്തത്തിൽ അവിടെ ഒരു മെസ്സാകും. അതെന്താണ്, നമ്മുടെ ഇമോഷൻസും ആക്ച്വലി അതുപോലെയാണ്, ആ ടാപ്പിൽ കൂടെ ഒഴുകുന്ന വെള്ളം പോലെയാണ്. അതിനൊരു ബിഗിനിങ്ങും ഉണ്ട്, ഒരു എൻഡും ഉണ്ട്. നമ്മൾ അതൊന്നും നോക്കാതെ പെട്ടെന്ന് ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ നിർത്തി വെച്ചാൽ എന്തോ സംഭവിക്കും, അത് ഫുള്ള് മെസ്സപ്പ് ആവും, മൊത്തത്തിൽ അലമ്പാവും. സോ ഇങ്ങനെയാണ് ഈ ക്വിക്ക് ഫിക്സസ് ഒക്കെ ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം വേർഷനാണ് ചിലവർ ഡിപ്രഷനായി ഇനി എന്തിനാ ജീവിച്ചിട്ട് തന്നെ എന്ന് ആലോചിച്ചിട്ട് ആത്മഹത്യയിലേക്ക് പോകുന്നത്. മര്യാദയ്ക്ക് മെന്റൽ ഹെൽത്ത് നോക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സ്റ്റിഗ്മയുണ്ട്, ഫിസിക്കൽ ഹെൽത്ത് ആണല്ല, അതായത് ശരീരത്തിനൊക്കെ ഹെൽത്ത് ഉണ്ടെങ്കിലും മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിന്റെ തോന്നലാണ്, നീ ആ തോന്നൽ നിന്ന് മാറ്റിയെടുത്താൽ എല്ലാം ഓക്കെയാണ് എന്നും പറഞ്ഞ് മാറ്റുന്ന ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും ഉണ്ട്. ആരും അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടില്ല. പക്ഷെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ബിക്കോസ് അത് രണ്ടും ഈക്വലായിട്ട് വന്നു. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ആക്ച്വലി ഫിസിക്കൽ ഹെൽത്തിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഇച്ചിരി കൂടി ടേക്ക് കെയർ ചെയ്യേണ്ടത് മെന്റൽ ഹെൽത്ത് തന്നെയാണ്. ഞാനതൊക്കെ ഇച്ചിരി ചുരുക്കിയാണ് പറയുന്നത്, കാരണം ആ വെബിനാർ എന്ന് പറഞ്ഞാൽ 1 hour സെഷൻ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഞാനൊരു 10 minutes ചുരുക്കി പറയാനായിട്ട് ട്രൈ ചെയ്യാണ്. സോ കുറേ പോയിന്റ്സ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് മെയിൻ പോയിന്റ്സ് മാത്രമാണ് ഞാൻ പറയുന്നത്. സോ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഈ ഇമോഷൻസിനെ മാസ്റ്റർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ഫേമസ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞത് ആക്ട് എന്ന് പറഞ്ഞിട്ട് തെറാപ്പിയിൽ നിന്നും അതുപോലെ തന്നെ 2-3 ബുക്സിൽ നിന്നും എല്ലാം കൂടി എടുത്ത ഒരു ഇൻഫോർമേഷൻ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സോ അവിടെ 4 pillars ആണ് മെയിൻലി ഉള്ളത് ഫോർ ഇമോഷണൽ മാസ്റ്ററി.